2025 convocation ceremony, a day aged forever in golden letters in our lives. Today, dreams meet reality, efforts meet rewards, and students become achievers. So let's begin our program with prayer, our charming students. Please welcome the prayer team. സർവം നയിക്കുന്ന സച്ചിദാനന്ദനെ സർവൈകനാഥനെ കൈതൊഴുന്നേ. സർവം നയിക്കുന്ന സച്ചിദാനന്ദനെ സർവൈകനാഥനെ കൈതൊഴുന്നേ. കൂടെ വസിക്കണേ താങ്ങായെന്നും നയിക്കണമെന്നും നിന്ദീപ്തിയാൽ നയിക്കണമെന്നും നിന്ദീപ്തിയാൽ. സർവം നയിക്കുന്ന സച്ചിദാനന്ദനെ സർവൈകനാഥനെ കൈതൊഴുന്നേ. ജീവിതപാതയിൻ തമസകറ്റാൻ വിദ്യതെന്നാളങ്ങൾ തെളിയിക്കണേ. ജീവിതപാതയിൻ തമസകറ്റാൻ വിദ്യതെന്നാളങ്ങൾ തെളിയിക്കണേ. നന്മതന്മാർഗേ ചരിച്ചിടുവാൻ ശക്തി നൽകണമേ ഞങ്ങൾക്കെന്നും. ശക്തി നൽകണമേ ഞങ്ങൾക്കെന്നും. സർവം നയിക്കുന്ന സച്ചിദാനന്ദനെ സർവൈകനാഥനെ കൈതൊഴുന്നേ. വിശ്വൈകമാനവനായി ഉയരാൻ സ്നേഹത്തിൻ കിരണങ്ങൾ ചൊരിഞ്ഞിടണേ. വിശ്വൈകമാനവനായി ഉയരാൻ സ്നേഹത്തിൻ കിരണങ്ങൾ ചൊരിഞ്ഞിടണേ. സത്യവും നീതിയും സേവനമായി പുൽകിടട്ടെ എന്നും ജീവിതത്തെ. പുൽകിടട്ടെ എന്നും ജീവിതത്തെ. സർവം നയിക്കുന്ന സച്ചിദാനന്ദനെ സർവൈകനാഥനെ കൈതൊഴുന്നേ. സർവൈകനാഥനെ കൈതൊഴുന്നേ. സർവൈകനാഥനെ കൈതൊഴുന്നേ. वक्रतुण्ड महाकाय सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा. गणनायकाय गणदैवताय गणाध्यक्षाय धीमहि गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि गानचतुराय गानप्राणाय गानान्तरात्मने गानोत्सुकाय गानमत्ताय गानोत्सुकमनसे गुरुपूजिताय गुरुदैवताय गुरुकुलस्थायिने गुरुविक्रमा
प्रवराय गुरवे गुणगुरवे गुरुदैत्यकलक्षेत्रे गुरुधर्म सदाराध्याय गुरुपुत्र परित्रात्रे गुरुपाखण्ड खण्डकाय गीतसाराय गीततत्त्वाय गीतगोत्राय धीमहि गूढगुल्फाय गन्धमत्ताय गोजयप्रदाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि सर्वराजाय गन्धाय सर्वगानश्रवणप्रणयिने गुणवते गणपतये एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि നമസ്കാരം. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരായ എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇന്ന് ഗ്രാജുവേഷൻ സെറമണി ചീഫ് ഗസ്റ്റായി എത്തിയ ബഹുമാനപ്പെട്ട ശ്രീമതി കെ രമ അവർക്കും, നമ്മുടെ സ്വീകരണം ക്ഷണിച്ചെത്തിയ ശ്രീമതി പ്രേമകുമാരി അവർക്കും, ഹരിശ്രീ കാർത്തിക MD, നിരേഷ് സർ, ജനറൽ മാനേജർ വിനീത് കുമാർ, കാർത്തിക അക്കാദമി മാനേജർ അനുഷ, ഹരിശ്രീ അക്കാദമി മാനേജർ ഗിജുള, ഹരിശ്രീ ക്ലസ്റ്റർ മാനേജർമാർ, ഹരിശ്രീ ആൻഡ് കാർത്തിക ടീച്ചേഴ്സ്, സ്റ്റുഡൻറ്, നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ രക്ഷിതാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ചരിത്രമുറങ്ങുന്ന മണ്ണിൽ ആദ്യമായി അബാക്കസിൻ്റെ വേരുറപ്പിച്ച ഹരിശ്രീ അബാക്കസ് 2000 വടകരയിൽ ആരംഭിച്ചു. 2007 ജൂൺ മാസത്തിലാണ് കാർത്തിക അക്കാദമിയുടെ ഉത്ഭവം. സ്ത്രീ ശാസ്ത്രീകരണം ലക്ഷ്യമിട്ടാണ് കാർത്തിക അക്കാദമി ആരംഭിച്ചത്. 2 തയ്യൽ മെഷീനുകളും തുടങ്ങിയ സംരംഭം ഇന്ന് പ്രീ പ്രൈമറി TTC, മോണ്ടിസോറി TTC, ഫാഷൻ ഡിസൈനിങ്, കമ്പ്യൂട്ടർ കോഴ്സ്, ആര്യ വർക്ക് എന്നു തുടങ്ങിയ സ്ത്രീകളുടെ തൊഴിലധിഷ്ഠിത കോഴ്സുകളെല്ലാം ഇവിടെ നടത്തി വരുന്നുണ്ട്. വളരെ ചുരുങ്ങിയ ഫീസിലും പരിചയസമ്പന്നരായ
അധ്യാപികമാരുടെ മേൽനോട്ടവുമാണ് കാർത്തിക അക്കാദമിയുടെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിക്കുന്നത്. വനിതകൾക്ക് സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്തുകയും അതുവഴി അവരെ സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിലേക്ക് എത്തിക്കുകയും എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കാർത്തിക അക്കാദമിയുടെ ഉദ്ദേശ ലക്ഷ്യം. ഞാൻ അധികം പറഞ്ഞ് നീട്ടുന്നില്ല, എപ്പോഴും നമ്മൾ ഒരേ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചീഫ് ഗസ്റ്റിനും ഒക്കെ എല്ലാം തിരക്കുകൾ കാരണം നമുക്ക് സംസാരം ചുരുക്കിക്കൊണ്ട് നമുക്ക് കെ രമേശ് ക്ഷണിക്കാം. ദീർഘകാലമായി നമ്മുടെ ടൗൺ വാർഡ് കൗൺസിലറായി സേവനമനുഷ്ഠിക്കുന്ന നമ്മുടെ വടകര ഹൃദയഭാഗത്ത് തൻ്റെ പ്രവൃത്തി മികവ് കൊണ്ട് മാത്രം വികസനം സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഒരു ജനപ്രതിനിധിയാണ് ശ്രീമതി പ്രേമകുമാരി അവർകൾ. ഈ വേദിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് തുടങ്ങിയ സ്ഥാപനമാണ് കാർത്തിക അക്കാദമിയുടെ ഏറ്റവും അനുയോജ്യമായ ഇന്നത്തെ പ്രീ പ്രൈമറി സ്റ്റുഡൻറ്റിൻ്റെ ഗ്രാജുവേഷൻ സെറിമണിയുടെ ചീഫ് ഗസ്റ്റായി ശ്രീമതി കെ രമ MLA ലഭിച്ചു എന്നത് നമ്മുടെ ഏവരുടെയും ഭാഗ്യം തന്നെയാണ്. കരുത്തുറ്റ സ്ത്രീയുടെ പ്രതീകമാണ് ശ്രീമതി കെ രമ. തൻ്റെ കർമ്മമേഖലകളിൽ മികച്ച പ്രവർത്തനം നടത്തി വരുന്ന കെ രമ നമ്മുടെ വടകരയിലെ സ്ത്രീകളുടെ ഒരു സ്വകാര്യ അഹങ്കാരവും കൂടിയാണ്. കൂടുതൽ ഞാൻ പറയുന്ന എല്ലാവർക്കും നമ്മൾ കെ രമ മേഡത്തിനെ പറ്റി എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ശ്രീ കെ രമയെ അവർകളെ നമ്മുടെ ഉദ്ഘാടനത്തിനായി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. Please welcome our chief guest Rema ma'am for the convocation address. ബഹുമാനപ്പെട്ട വാർഡ് കൗൺസിലർ, ഏറ്റവും പ്രിയങ്കരിയായ പ്രേമേടത്തി, ഞങ്ങളൊക്കെ പ്രമേച്ചി എന്ന് വിളിക്കുന്ന ഈ വാർഡിൻ്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ ഒരു റിസർവേഷനിലല്ല, അല്ലാതെ തന്നെ ഈ പ്രദേശത്ത് എല്ലാ ഇതിലും മേൽനോട്ടം വഹിച്ചുകൊണ്ട് പോവുകയാണ് പ്രേമേടത്തി. എപ്പം നിന്നാലും പ്രേമേടത്തി നല്ല ഷുവറായിട്ട് ജയിക്കും, അങ്ങനെ ഒരു ഇതും കൂടെ പ്രേമേച്ചിക്കുണ്ട്. അപ്പോൾ പ്രേമേച്ചി വേദിയിലിരിക്കുന്നുണ്ട്. നമ്മുടെ ഭാഗ്യലക്ഷ്മി ഇതിൻ്റെ ചെയർമാൻ, ഇപ്പം നമ്മുടെ സ്വാഗതം പ്രസംഗിച്ച, അതുപോലെ തന്നെ ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ നിരേഷ് കുമാർ, ഷൈനി, അതുപോലെ മറ്റ് ഇവിടെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇതിൻ്റെ ഭാരവാഹികൾ, ഹരിശ്രീ കാർത്തിക അക്കാദമിയുടെ ഭാരവാഹികൾ, ഇതിവിടുത്തെ വിദ്യാർത്ഥികൾ, പ്രിയപ്പെട്ടവരെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞവരെ, വളരെ സന്തോഷം, അങ്ങേയറ്റത്തെ അഭിമാനവുമുള്ള ഒരു പരിപാടിയിലാണ് നമ്മളിരിക്കുന്നത്. കാർത്തിക അക്കാദമിയുടെ ഒരു പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ച സമയത്ത് ഞാൻ ഒന്ന് രണ്ട് ഡേറ്റുകൾ എന്നോട് ചോദിച്ചപ്പോൾ എല്ലാ ദിവസവും ഓരോ പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ ഈ നേരത്തെയും ഇതിൻ്റെ ഒരു പരിപാടിക്ക് വിളിച്ചപ്പോൾ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ സ്ത്രീ ശാക്തീകരണത്തിന് അല്ലെങ്കിൽ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളരെ വ്യത്യസ്തമായ വിവിധങ്ങളായ കോഴ്സുകൾ നടത്തി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ഒരു സ്ഥാപനം സ്ത്രീകളുടെ മേൽനോട്ടത്തിൽ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഒരു പരിപാടിക്ക് വന്നിട്ടില്ലെങ്കിൽ പിന്നെ മറ്റേത് പരിപാടിക്കാണ് പോവുക അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അത് കാരണം ഈ ഒരു സ്ത്രീകളുടെ മുന്നോട്ടേക്കുള്ള ഒരു വരവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഇന്ന് നമ്മുടെ വേദിയിലിരിക്കുന്ന മുഴുവൻ സ്ത്രീകൾ തന്നെയാണ്. ഇവിടുത്തെ കൗൺസിലറും MLA എല്ലാം സ്ത്രീകളായിട്ട് കിട്ടിയത് തന്നെ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകതയായിട്ട്, മറ്റൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമുക്കത് പ്രാവർത്തികമാക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും കൂടി സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ അബാക്കസ് കോഴ്സിൽ ആരംഭിച്ച ഒരു അക്കാദമി വിവിധങ്ങളായ കോഴ്സുകൾ ഏറ്റെടുത്തുകൊണ്ട് വ്യക്തിമുദ്ര പതിപ്പിച്ച് തന്നെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അത് വളരെ ചെറിയ ഫീസോടുകൂടി തന്നെ വാങ്ങിക്കൊണ്ട് അതിലപ്പുറത്തേക്ക് സ്ത്രീകളെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നത് മാത്രമാണ് ആത്യന്തികമായി ലക്ഷ്യമിട്ടുകൊണ്ട് ഈ സ്ഥാപനം പോകുന്നത് എന്നറിയുന്നത് തന്നെ വളരെ സന്തോഷമുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമാണ് സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. എങ്ങനെയാണ് സ്ത്രീകൾ ശാക്തീകരിക്കേണ്ടത്? സ്ത്രീകൾ ശാക്തീകരിക്കേണ്ടത് തീർച്ചയായിട്ടും അവനവൻ തന്നെയായിരിക്കണം അതിനകത്ത് നിൽക്കേണ്ട, തീരുമാനങ്ങൾ എടുക്കേണ്ട ആളുകൾ.
നമുക്ക് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് മറികടന്നു പോകാൻ എനിക്ക് സാധിക്കുമെന്ന് മനസ്സുകൊണ്ട് നമ്മൾ തീരുമാനിക്കുകയും എനിക്ക് ഈ വിഷയങ്ങളൊക്കെ എനിക്ക് എന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കാൻ എനിക്ക് സാധിക്കും എന്ന് നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിക്കുകയും ചെയ്താൽ എവിടെയും നമുക്ക് മുന്നേറാൻ കഴിയും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് ഒരു സ്ത്രീക്കും എനിക്ക് സ്ത്രീകളായതുകൊണ്ട് എനിക്ക് അപ്രാപ്യമാണ്, എനിക്കത് കഴിയുമോ എന്ന ആശങ്കയെ വേണ്ടതില്ല. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നമുക്ക് പഴയ കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി വളരെയേറെ മുന്നോട്ട് എത്തിയ ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ഇന്നത്തെ പെൺകുട്ടികളോടൊന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതില്ല. അവർക്കറിയാം പഴയ കാലത്ത് നമ്മളൊന്നും അനുഭവിച്ച പോലെയുള്ള ഒരു പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അതിനെ തട്ടിമാറ്റിക്കൊണ്ട് എന്തുകൊണ്ട് എന്ന് ചോദ്യം ചെയ്യാനുള്ള കെൽപ്പും തൻ്റെ ഇടവും ഇന്നത്തെ പെൺകുട്ടികൾക്ക് ഉണ്ടായിരിക്കുന്നത് എന്നത് വളരെ വലിയൊരു മാറ്റമാണ്. ആ മാറ്റമുണ്ടാക്കിയെടുത്തത് ഒരു രാത്രിയിൽ ഒരു സുപ്രഭാതത്തിൽ നമുക്കുണ്ടായ ഒരു മാറ്റമല്ലത്. വലിയ തോതിലുള്ള സാമൂഹ്യ മാറ്റം, വലിയ തോതിലുള്ള സമരങ്ങൾ ഒക്കെ അതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. അത്തരം സമരങ്ങളുടെ ഒക്കെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് സ്ത്രീകൾ തൻ്റെ ഇടത്തോടുകൂടി നിൽക്കാനും സംസാരിക്കാനും തങ്ങളുടെ അവകാശങ്ങൾ ചോദിക്കാനും ഇത് എൻ്റേതാണ് എന്ന് പറയാനൊരു ഇടം കണ്ടെത്താനും കൂടി സാധിക്കുന്ന തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേർന്നതിന് പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. ചേട്ടൻ നിങ്ങളൊക്കെ ആ ചരിത്രം പഠിക്കുന്ന ആളുകളാണ് എന്ന് എനിക്കറിയാം. അത്തരം ചരിത്രങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെയാണ് നാം മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമുക്ക് മുന്നേറി ചരിത്രപരമായി ഒരു സ്ഥാനത്തെത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഈ കോഴ്സ് കഴിഞ്ഞ് നമ്മൾ ഈ കോഴ്സ് ചെറിയ പ്രീ പ്രൈമറി ആയാലും മറ്റേ ഫാഷൻ ഡിസൈനിങ് ആയാലും തുന്നലായാലും ഏത് മേഖലയായാലും തീർച്ചയായിട്ടും നമുക്കൊരു വരുമാനം ഉണ്ടാക്കാനും കൂടിയുള്ളൊരു മാർഗമാണ് നാം കണ്ടെത്തുന്നത്. അപ്പം സ്ത്രീ ശക്തിപ്പെടുക എന്നതിന് ഏറ്റവും ആദ്യം വേണ്ടത് അതുതന്നെയാണ്. നമ്മുടെ കയ്യിൽ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കിയെടുക്കുക, സാമ്പത്തികമായി നാം ആ തരത്തിലേക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാകുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ആരുടെയും മുന്നിൽ തൻ്റെ ഇടത്തോടു കൂടി തന്നെ എനിക്കൊരു സാധനം വാങ്ങണമെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് പോയി കൈ നീട്ടാതെ എനിക്ക് സാധിക്കുന്ന ഒരു അന്തരീക്ഷം ഞാൻ ഉണ്ടാക്കിയെടുക്കുക എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മറ്റാരെയും ഭയപ്പെടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നതാണ്. അത് ഏത് മേഖലയായിക്കോട്ടെ, ഗവൺമെൻറ് ജോലി ആയിക്കോണമെന്നൊന്നുമില്ല. ഏത് മേഖലയിലും നമുക്കിതുപോലെ നമുക്ക് വരുമാനം കണ്ടെത്താൻ വിവിധ മാർഗങ്ങൾ നമുക്ക് തേടാവുന്നതാണ്. അത്തരം മാർഗങ്ങളൊക്കെ തേടി തീർച്ചയായിട്ടും നമുക്ക് ആ തരത്തിൽ മുന്നോട്ട് വരാൻ സാധിക്കും. അപ്പം നമ്മുടെ എപ്പോഴും മുൻപന്തിയിൽ ഉണ്ടാക്കുന്ന ധാരണ എന്ന് പറയുന്നത് അതുതന്നെയാണ്. സാമ്പത്തികമായി നമുക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവുക, സാമ്പത്തികമായി സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഓരോ സ്ത്രീയും ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ സ്ത്രീകൾ ഉണ്ടാക്കിയെടുത്താൽ തീർച്ചയായിട്ടും വലിയ പ്രശ്നങ്ങളെ നമുക്ക് സമൂഹത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് ഒക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതാണ്. അപ്പം അതിൻ്റെ ഒരു ബേസിക് ആണ് നമ്മളിവിടെ ഇന്ന് ഈ കാർത്തിക അക്കാദമിയിലൊക്കെ കൊടുക്കുന്നത്. അതിനു വേണ്ടിയുള്ളൊരു പരിശീലനം കൊടുക്കുക. ഈ പരിശീലനം കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഇടം കണ്ടെത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുമെന്നതാണ്. അങ്ങനെ നടത്തി മുന്നേറാനും കൂടി നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. എവിടെയും സ്ത്രീകൾ തോൽപ്പിക്കപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകുന്നു എന്ന് പറയുന്നത് അങ്ങനെയല്ല. നമുക്ക് അങ്ങനെ പരാജയപ്പെടാനോ തോൽപ്പിക്കപ്പെടാനോ നമ്മൾ സാധിക്കില്ല. നമ്മൾ തീരുമാനമെടുക്കുകയും നമ്മൾ അതിനനുസരിച്ച് ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എനിക്ക് പറ്റില്ല എന്നതല്ല, ഐ ക്യാൻ അല്ല ഐ കാണ്ട് എന്ന് പറയുന്നത് ഐ കാണ്ട് ഒരൊറ്റ വാക്കുകളെ നമുക്ക് ഐ കാണ്ട് എന്നത് നമ്മുടെ മുന്നിൽ ഉണ്ടാവിയതിന് ഐ ക്യാൻ നമുക്ക് എപ്പോഴും അത് എനിക്ക് കഴിയും, എനിക്ക് സാധിക്കും, ഞാൻ വിചാരിച്ചാൽ എനിക്ക് കഴിയും എന്നുള്ള ഒരു ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് പോകാൻ കഴിയും. അത് ഒരാൾക്ക് മാത്രം എല്ലാ സ്ത്രീകൾക്കും സാധിക്കുന്നതാണ് എന്നതാണ്. അതിനൊക്കെയുള്ള കരുത്ത് ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. അത് ഉണ്ടാക്കിയെടുക്കുക. ഒപ്പം സമൂഹത്തിലെ സാമൂഹ്യ പ്രശ്നങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ചുറ്റുപാടും എന്ത് നടക്കുന്നു, നമ്മൾ ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത്, അതിനെതിരെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നൊരു ചിന്തയും നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. അത്തരം സാമൂഹ്യ പ്രശ്നങ്ങൾ കൂടി മനസ്സിലാക്കുകയും അതിന് തൻ്റെതായ സംഭാവനകൾ നൽകി അത് പരിഹരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ക്രിയാത്മകമായി ഇടപെടാനും കൂടി കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ ചിന്തയെ നമ്മുടെ പ്രവർത്തനത്തെ ഒക്കെ വളർത്താൻ സാധിക്കണം. നമ്മൾ ധാരാളം വായിക്കുകയും അറിവുണ്ടാക്കുകയും ഒക്കെ ചെയ്ത് അറിവുണ്ടെങ്കിൽ നമുക്ക് എവിടെയും ധൈര്യത്തോടു കൂടി തല ഉയർത്തി നിൽക്കാൻ സാധിക്കും. നമുക്കൊരു കാര്യത്തെക്കുറിച്ച്
വളരെ ആ വിഷയത്തേക്ക് ഒരു ഗ്രാഹ്യമുണ്ടെങ്കിൽ നമ്മൾ എവിടെയും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ആരുടെ മുന്നിലും തലകുനിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വന്നു ചേരില്ല. അത്തരം കാര്യങ്ങൾ നാം മനസ്സിലാക്കുക, നമ്മൾ വായിക്കുക, പഠിക്കുക, ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊരു ബോധം ഉണ്ടാവുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെയും ആ തരത്തിലേക്ക് താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. സാമൂഹ്യ ചുറ്റുപാട് നമുക്കറിയാം, വീട്ടന്തരീക്ഷങ്ങളൊക്കെ നമുക്കറിയാം. അതൊക്കെ മറികടന്ന് പോവുക എന്നതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പലരും അനുഭവിക്കുന്ന, പല സ്ത്രീകളും അനുഭവിക്കുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട്. സ്ത്രീ എന്ന് പറയുന്നത് എന്നും അവരടുക്കളയ്ക്കുള്ളിലായിരിക്കണം, 4 ചുമരിൻ്റെ ഉള്ളുകളിലായിരിക്കണം അവരുടെ ജീവിതം എന്ന് പറയുന്നിടത്തിലേക്ക് അതിനെ ഭേദിച്ചു മുന്നേറാനും കൂടി നമുക്ക് സാധിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തകർത്ത് പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഇതൊന്നും എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു പോവുകയല്ല, മറിച്ച് അത് ചെയ്യുന്നതോടൊപ്പം എനിക്ക് എൻ്റെതായ ചില കാര്യങ്ങളുണ്ട്. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്നെ രൂപപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം, എൻ്റെ കഴിവുകൾ എന്താണെന്നും ഞാൻ എന്താണെന്നും കണ്ടെത്താനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്കുണ്ടെന്നും അത് കണ്ടെത്തിക്കൊണ്ട് അതിനാവശ്യമായ തരത്തിലേക്ക് മുന്നോട്ട് പോകാനും കൂടി കഴിയേണ്ടതുണ്ട് എന്നതാണ്. ഇന്ന് പ്രീ പ്രൈമറി ടീച്ചേഴ്സിൻ്റെ ഗ്രാജുവേഷൻ സെറമണിയാണ്. തീർച്ചയായിട്ടും ഇവർ പുറത്ത് വന്ന് നമ്മുടെ കുട്ടികളെ, അടുത്ത തലമുറയെ പരിശീലിപ്പിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് നിങ്ങൾ വരുന്നത്. ആ കുട്ടികളിലേക്ക് പറയുമ്പോൾ സമൂഹത്തിൻ്റെ ഏറ്റവും നല്ല മൂല്യങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഒരുപാട് അനീതികളിൽ കൂടെ, തിന്മകളിൽ കൂടി കടന്നു പോകുന്നിടത്തിൽ അതല്ലാത്ത ഒരു തരത്തിലേക്ക് ആ കുട്ടികളെ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. തലമുറയെ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം കൂടി നമുക്കുണ്ട് എന്നതാണ്. അത്തരം മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതി, അവരിൽ സ്നേഹമുണ്ടാക്കുക, അവരിൽ കരുണയുണ്ടാക്കുക, ആർദ്രതയുണ്ടാക്കുക, മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക എന്ന വലിയ ഒരു തത്വമുണ്ട്, വലിയൊരു ശാസ്ത്രമുണ്ട്. അത് പഠിച്ചു മുന്നേറാനും ആ തരത്തിലേക്ക് ജീവിതങ്ങൾ കരുപ്പിടിപ്പിക്കാനും കഴിയുന്ന തരത്തിലേക്ക് അവരെ വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ തന്നെയാണ് ഈ സമൂഹത്തെ കൊണ്ടുപോകാൻ കഴിയുക. അപ്പോൾ പ്രീ പ്രൈമറി എന്ന് പറയുന്നത് ഏറ്റവും താഴെ കുഞ്ഞു മക്കളെയാണ് നാം പരിശീലിപ്പിച്ചെടുക്കേണ്ടത്. ആ കുഞ്ഞുനാളിൽ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പഴയത്. തീർച്ചയായിട്ടും ആ പഴഞ്ചൊല്ലിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ചെറുപ്പകാലത്ത് നിന്ന് പഠിക്കുന്ന ശീലങ്ങൾ നമ്മുടെ അവസാനം വരെ നമ്മുടെ മനസ്സിലുണ്ടാക്കും. അപ്പം ആദ്യകാലത്ത് നാം പഠിക്കുന്ന നല്ല ശീലങ്ങൾ, നല്ല ഗുണങ്ങൾ, നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അതൊക്കെ നമ്മൾ ആദ്യകാലത്ത് നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മുന്നോട്ടുള്ള ജീവിതത്തിന് നമുക്ക് കരുത്താകും. അത് തന്നെയാണ് ഓരോരുത്തരെയും വ്യക്തികളെയും കരുപ്പിടിപ്പിക്കുന്നത് എന്നതുകൂടി നാം മനസ്സിലാക്കണം. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് പോകാനും കൂടി നിങ്ങൾക്ക് സാധിക്കട്ടെ. ഒരുപാട് വ്യക്തിത്വങ്ങളുടെ ജീവിതങ്ങൾ നമുക്ക് മുന്നിൽ മാതൃകയായുണ്ട്. അങ്ങനെയൊക്കെ എവിടെയും തളർന്നു പോകാതെ, പതർച്ച ഉണ്ടാവാതെ ജീവിതത്തെ കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ മാറ്റുക. അതിന് ഈ അക്കാദമിയിൽ നിന്ന് കിട്ടുന്ന ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടാകും. ആ മുതൽക്കൂട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. അതോടൊപ്പം ഇതുപോലെ ഒരു ഉദ്യമം ഏറ്റെടുത്തുകൊണ്ട് ഈ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി, അവർക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ അക്കാദമിയുടെ ഇതിൻ്റെ ഭാരവാഹികളെ തീർച്ചയായിട്ടും അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ ഏറ്റവും നല്ല പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം, നഷ്ടപ്പെട്ടു പോകരുത്. ഇനിയും ഒരുപാട് ആളുകൾക്ക് അവരുടേതായ രീതിയിൽ ജീവിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അവരെ ചിട്ടപ്പെടുത്താൻ, അവരെ രൂപപ്പെടുത്താൻ, അവരുടെ ഭാവി സ്ഥിരമായി ആ ഭാവി ഉണ്ടാകുന്ന തരത്തിലേക്ക് അവരെ കൊണ്ടുപോകാനൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ കൂടി സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ദീർഘമായിട്ടൊന്നും സംസാരിക്കാൻ, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഒറ്റപ്പരിവനെ സ്ത്രീ എന്ന നിലയ്ക്ക് ഞാനൊക്കെ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിതം നിങ്ങൾക്കറിയാവുന്നതാണ്. ജീവിതത്തിൽ തീർന്നു എന്ന് പോയിരുന്ന ഒരു ഘട്ടം വന്നപ്പോൾ, എല്ലാം അവസാനിച്ചു എന്നൊരു ഘട്ടം വന്നപ്പോൾ അങ്ങനെ പറ്റില്ല എന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചുകൊണ്ട് എനിക്ക് ചെയ്യാൻ ചില കടമകളുണ്ട്, ചില കർത്തവ്യങ്ങളുണ്ട് എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങുകയും ചെയ്തതാണ്. അപ്പം നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എനിക്കിതൊന്നും പറ്റൂല, മതി, കഴിയൂല എന്ന് വിചാരിച്ചിട്ട് പോകരുത്. ആ പ്രതിസന്ധികളെ നാം എങ്ങനെ മറികടക്കും എന്നത് തന്നെയായിരിക്കണം നമ്മുടെ ചിന്തയുണ്ടായത്. കഴിയും, എല്ലാവർക്കും കഴിയും, ആർക്കും കഴിയാത്തതായില്ല. ഒരുപാട് സ്ത്രീകളുടെ ജീവിതങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ അവരൊക്കെ കടന്നു വരുന്ന വഴികൾ എന്ന് പറയുന്ന തീഷ്ണമായ വഴികളിൽ കൂടെ കടന്നു വരുന്ന ആളുകളായിരിക്കും. നമ്മുടെ ജീവിത ചുറ്റുപാട് അങ്ങനെ തന്നെയായിരിക്കും നമ്മളെ രൂപപ്പെടുത്തിയെടുത്തത്. പക്ഷേ അതിനെയൊക്കെ നാം സമചിത്തതയോടുകൂടി നേരിടാനും അത് മറികടന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ തരത്തിലേക്ക് നമ്മളെ തന്നെ ബോൾഡ് ചെയ്തെടുക്കാൻ, നമ്മുടെ ഉള്ളിൽ ഒരു നവീകരണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിൽ നടത്തണം. അങ്ങനെ നവീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് പോകാൻ സാധിക്കൂ.
സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും തളർന്നു പോകാതെ മുന്നോട്ട് പോകാൻ, പിടിച്ചു നിൽക്കാൻ എല്ലാവർക്കും സാധിക്കണം. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത ഒരു ജീവിതവും ഉണ്ടാവില്ല. പക്ഷേ ജീവിതം സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാൻ നമ്മൾ തീരുമാനിച്ചാൽ നമുക്കത് സാധിക്കും എന്ന കാര്യത്തിലും ഒരു സംശയമില്ല. അതുകൊണ്ട് പെൺകുട്ടികളോടൊക്കെ സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അതിജീവിച്ചുകൊണ്ട് കരുത്തരായി വരികയും ആ കരുത്ത് ജീവിതത്തിൽ കാണിക്കുകയും അത് നമ്മുടെ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കാനും കൂടി നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിന് ഈ അക്കാദമിയുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും അതിന് സഹായകരമായി മാറട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച ഭാരവാഹികൾക്കുള്ള നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഭാവി ജീവിതത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ഏറ്റവും നന്നായി വളരട്ടെ, ഏറ്റവും നന്നായി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി വളരെ സന്തോഷത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. I welcome our graduates. പ്രതിജ്ഞ. ഞാൻ ഒരു അധ്യാപികയായി എൻ്റെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ജ്ഞാനം, സത്യസന്ധത, സ്നേഹം, കരുണ എന്നിവ വളർത്തുവാൻ എപ്പോഴും പരിശ്രമിക്കും. ശിശുക്കളുടെ വളർച്ചയ്ക്കും വികസനത്തിനും എൻ്റെ അറിവും കഴിവുകളും സമർപ്പിക്കുന്നു. സമൂഹത്തിനും രാജ്യത്തിനും സത്യസന്ധമായ സേവനം ചെയ്യുന്ന ഒരു മാതൃകയായ അധ്യാപികയായി ജീവിതം നയിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. സന്തോഷം തോന്നി. കാരണം ടീച്ചേഴ്സിൻ്റെ യൂണിഫോം ഇട്ട ടീച്ചേഴ്സ് നല്ല അധ്യാപകർ എന്നൊക്കെ ആ സ്മാർട്ട്നെസ് കണ്ടപ്പോഴേ മനസ്സിലായി. നല്ല ഗ്രാജുവേഷൻ കുട്ടികൾ, ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഭാഗ്യലക്ഷ്മി അഭിനന്ദിക്കുകയാണ്. കാരണം ഇത്രയും ചെറിയൊരു കോഴ്സിൽ നിന്ന്, അതായത് അബാക്കസ് കോഴ്സും തുടങ്ങി ഇത്രയും വലിയൊരു കോഴ്സിലേക്ക് എത്തിച്ചേരാൻ ഞങ്ങൾക്ക് സാധിച്ച ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾ പറയേണ്ടതുള്ളൂ. ഒന്നും നമ്മുടെ കഴിവല്ല. ഇപ്പോൾ നമ്മുടെ ബഹുമാനമായ MLA പറഞ്ഞ മാതിരി ഒന്നും നമ്മുടെ കഴിവുകളാണ് നമ്മൾ വിചാരിക്കേണ്ട, എല്ലാം ദൈവം തരുന്ന കഴിവുകളാണ്. അപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം ഭാഗ്യത്തോട് ഞാൻ പരിചയപ്പെട്ടപ്പോൾ ഈ ചെറിയൊരു കോഴ്സും തുടങ്ങി ഇത്രയും വലിയ കോഴ്സിൽ അവസാനിപ്പിക്കാൻ സാധിച്ച ആ ഭാഗ്യലക്ഷ്മിയെ ഞാൻ ശരിക്കും അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള നമ്മളെ കുട്ടികൾ, സ്റ്റാഫിനെയും പലരെയും എനിക്ക് പരിചയമുള്ള മുഖങ്ങളാണ്. അവരൊക്കെ തന്നെ ഞാൻ സന്തോഷത്തോടെ അഭിനന്ദിക്കുന്നു. ഏതായാലും ഇന്നിവിടെ നല്ല കുട്ടികൾ ഇന്ന് നമ്മളെ ഗ്രാജുവേഷൻ ഡേ ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, ഒരുപക്ഷെ ഗ്രാജുവേഷൻ ഡേ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്നുള്ള ദിവസമല്ല. നല്ല പഠിപ്പും ദിവസങ്ങൾ രാത്രി ഉറക്കമൊഴിഞ്ഞുള്ള പഠിപ്പുകൾ, മാനസിക ടെൻഷൻ, പിന്നെ അധ്യാപകരുടെ നേതൃത്വപരമായ അധ്യാപകരുടെ എല്ലാം കൂടി ചേരുമ്പോഴാണ് നമുക്കൊരു പരീക്ഷ വിജയിച്ച് അവസാനം ഒരു കോഴ്സിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്. ഞാൻ വിചാരിക്കുകയാണ്, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെയുള്ളതൊന്നുമല്ല. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു ഗൈഡ് ലൈൻസും ഇല്ല. കാരണം നമുക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ല. ഞാൻ പഠിക്കുന്ന കാലത്ത് പ്രീ ഡിഗ്രി ആയിരുന്നു. ഈ SLC കഴിഞ്ഞ് പ്രീ ഡിഗ്രി ചേരുമ്പോൾ ഏത് കോഴ്സിന് പഠിക്കണമെന്ന് എനിക്കറിയില്ല. അച്ഛനും അമ്മയും പറയുന്ന കോഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴും ഏത് കോഴ്സെന്ന് അറിയില്ല. അച്ഛനും അമ്മയും പറയും ഇന്ന കോഴ്സ് പഠിക്കാൻ. അങ്ങനെ പഠിച്ചതാണ് ഞങ്ങളൊക്കെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ലൊരു ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതേപോലെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവരും തന്നെ നല്ല മാതൃകപരമായ ജീവിതം കാഴ്ചവെക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതം നിങ്ങൾക്ക് സന്തോഷം
സന്തോഷവും സമാധാനവും ആരോഗ്യപ്രദവുമുള്ള തീരുവാൻ സർവശക്തനായ ജഗദീശ്വരൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സ്ഥാപനം വളരെയേറെ മുന്നോട്ട് പോകാൻ പലർക്കും ഉപകാരപ്രദമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമാറാകട്ടെ. അതിനും സർവീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരെ സന്തോഷപൂർവ്വം എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സാധിച്ചതിൽ ആദ്യമായി ദൈവത്തിന് നന്ദി പറയുന്നു. ഇവിടെ PPT ഡിസ്ക്ക് ഞാൻ ചേർന്ന് പഠനം ആരംഭിച്ച സമയത്ത് ഒരുപാട് പേരിൽ നിന്ന് നെഗറ്റീവ് കമൻസുകൾ എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം ഈ പ്രായത്തിലുള്ള ഒരു പഠനം തന്നെ. പക്ഷേ അറിവ് നേടാൻ പ്രായം ഒരു പ്രശ്നമല്ല. എനിക്കിവിടെ ഒരുപാട് അറിവുകൾ കിട്ടി, ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടി, പിന്നെ സ്നേഹനിധിയായ ഒരു ടീച്ചറെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാമായിരുന്നു നിശല ടീച്ചർ. ഏത് പ്രതികൂല സാഹചര്യവും തരണം ചെയ്ത് കടന്നു പോകാനുള്ള ഒരു കരുത്ത് പകർന്നു തന്ന ടീച്ചറായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഭാഗ്യലക്ഷ്മി മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ നിലക്കും സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് നയിച്ച ഞങ്ങളുടെ ഭാഗ്യലക്ഷ്മി മാം. പിന്നെ എനിക്കിവിടെ ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടി. അവരുമായിട്ടുള്ള സൗഹൃദം എന്നെ അല്ലാതെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം അവരുമായുള്ള അനുഭവങ്ങൾ പങ്കുവെക്കാനും എല്ലാം എൻ്റെ പഠനത്തിന് ഏറെ സഹായകമായിട്ടുണ്ട്. പിന്നെ എനിക്കിവിടെ എൻ്റെ പണ്ടേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു ടീച്ചറാകുക എന്നുള്ളത്. പക്ഷേ പല ജീവിത സാഹചര്യങ്ങൾ കാരണം അതിന് സാധിച്ചിരുന്നില്ല. പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാർത്തിക അക്കാദമി എന്ന ഈ സ്ഥാപനത്തിലൂടെ അത് സാധ്യമായി. ഇന്ന് ഞാനൊരു ടീച്ചറാണ്, അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. അതിന് കാരണക്കാരായ കാർത്തിക അക്കാദമിയെയും ഇവിടുത്തെ ഭാഗ്യലക്ഷ്മി മാമിനെയും ഞാൻ ഒരുപാട് അഭിനന്ദിക്കുന്നു. അവരോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഫാമിലിക്കും എൻ്റെ എല്ലാമായ ടീച്ചർക്കും എൻ്റെ കമ്പ്യൂട്ടർ ടീച്ചേഴ്സിനും എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ദീപ. ഞാൻ ഇവിടെ മെയിനായിട്ട് എത്താൻ കാരണം ഇവിടുത്തെ മാം ഭാഗ്യലക്ഷ്മി മാമാണ്. മാം വഴിയാണ് ഇതിനെപ്പറ്റി അറിയുന്നതും ഇവിടെ എത്താൻ സാധിച്ചതും. ഇവിടെ എത്തിയപ്പോൾ വളരെ നല്ലൊരു അന്തരീക്ഷമാണ് ലഭിച്ചത്. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മിസ് എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു. കൂടാതെ ഇവിടെയുള്ള എല്ലാ സ്റ്റാഫും വളരെയധികം സപ്പോർട്ട് ചെയ്തു. എന്ത് ഇതിനായാലും കൂടെ നിൽക്കും. ഇതുപോലെ എന്നും കാർത്തികയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഇങ്ങനെയൊരു വേദിയിൽ എത്തിച്ചേരാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിന്ന് ഇവിടെ എത്തിച്ചേരാൻ കാരണം ഈ കാർത്തിക എന്ന അക്കാദമിയാണ്. അതിന് ഞാൻ കാർത്തിക അക്കാദമിയോടും ഭാഗ്യലക്ഷ്മി മാമിനോടും ഒരുപാട് നന്ദി പറയുന്നു. കൂടാതെ എൻ്റെ ഹസ്ബൻഡ് അവരോടും
നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് അവരെല്ലാം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ലവരായ ഒരുപാട് ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടി. അവരോട് നല്ല രീതിയിൽ പെരുമാറാനും അവരുടെ കൂടെ ചിലവഴിക്കാനും ഒരുപാട് ഭാഗ്യം ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട നിശാല ടീച്ചർ, അവരെക്കുറിച്ച് പറഞ്ഞാൽ തീരില്ല. എന്നാലും എല്ലാ കാര്യത്തിനും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വേദിയിൽ എനിക്ക് നിൽക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ വേദിയിൽ നിൽക്കാൻ കാരണം ഭാഗ്യലക്ഷ്മി മാമും ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാമാണ്. ഇവിടെ എത്തിച്ചേർന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ടീച്ചറാവുക എന്നുള്ളത്. അത് കാർത്തിക അക്കാദമിയിലൂടെ ഞാൻ നേടിയെടുത്തു. ഇവിടുത്തെ ടീച്ചേഴ്സിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. ഈ വേദിയിലുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. ഒരു ടീച്ചറാവുക എന്നത് എല്ലാവർക്കും പറ്റുന്ന ഒന്നല്ല. എങ്കിലും കുഞ്ഞുമക്കളുടെ പഠനത്തിന് തുടക്കമാകാൻ കഴിഞ്ഞത് ഇന്ന് എനിക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ്. പിന്നെ നമുക്ക് അറിവ് പകർന്ന നിശ്ചല ടീച്ചർ നമ്മളെ കൂടെ നിന്ന് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത നിശ്ചല ടീച്ചർക്ക് എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഭാഗ്യലക്ഷ്മി മാം നമ്മളെല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ നിന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഭാഗ്യലക്ഷ്മി മാം, അതുപോലെ പിന്നെ കാർത്തിക അക്കാദമിയിലുള്ള എല്ലാ ടീച്ചേഴ്സും എൻ്റെ നന്ദി അറിയിക്കുന്നു. കമ്പ്യൂട്ടർ ടീച്ചേഴ്സും അതുപോലെ ഡിജിറ്റൽ ടീച്ചറെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഞാനവിടെ കാർത്തിക അക്കാദമിയിൽ വന്നേരം ടീച്ചറുടെ ഒരു സാന്നിധ്യമാണ്. ഞാൻ കമ്പ്യൂട്ടർ കോഴ്സിന് ചേരാൻ വന്നതായിരുന്നു. ടീച്ചർ പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഈ PPTTS കോഴ്സ് തിരഞ്ഞെടുത്തത്. ടീച്ചർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ എൻ്റെ ഫാമിലിക്കും എൻ്റെ ജ്യേഷ്ഠത്തിയുടെ മകള് കാരണമാണ് ഞാനിവിടെ ഇന്ന് നിലയിലെത്തുന്നത്, ഈ വേദിയിലെത്തിയത്. അവളും ഞാനും കൂടി ചേരാൻ വേണ്ടി തീരുമാനിച്ചതായിരുന്നു. പക്ഷെ അവൾ ചേർന്നില്ല, ഞാനിവിടെ എത്തി. അവൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ അതുപോലെ എൻ്റെ കൂടെ പഠിച്ച സഹപാഠികൾക്കും ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം, നന്ദി. ഇവിടെ ഈ അഭിമാന നിമിഷത്തിൽ നിൽക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. പാതി വഴിയിൽ മുടങ്ങിപ്പോയ എൻ്റെ വിദ്യാഭ്യാസം വീണ്ടും ഇന്ന് ഈ വേദിയിൽ എത്തിച്ചേരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആ ഒരു അവസരം എനിക്ക് തന്ന കാർത്തിക അക്കാദമിയോടും ഭാഗ്യലക്ഷ്മി മേമിനോടും ഞാൻ ഈ വേദിയിൽ എൻ്റെ കടപ്പാടും നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. പിന്നെ അവിടെയുള്ള സ്റ്റാഫ്സ് എല്ലാവരും, കാർത്തിക അക്കാദമിയിലെ ഓരോ മെമ്പേഴ്സും എല്ലാ കാര്യത്തിലും വളരെ സപ്പോർട്ടീവായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ മിസ് നിശാല മിസ് എല്ലാ കാര്യത്തിലും ഏതൊരു പ്രതിസന്ധിയിലും തരണം ചെയ്യാനുള്ള ഒരു കാര്യം നമുക്ക് പറഞ്ഞു തരാൻ ഏറ്റവും സപ്പോർട്ടീവായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു വേദിയിൽ എൻ്റെ കൂടെ സപ്പോർട്ടായി നിന്ന എല്ലാവർക്കും, എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. സർട്ടിഫിക്കറ്റ് ഗ്രാജുവേഷൻ്റെ മുമ്പേ തന്നെ ഞാനിപ്പോൾ ഒരു സ്കൂളിൽ ടീച്ചറായി വർക്ക് ചെയ്യുകയാണ്. ഞാനതിലേറെ അഭിമാനം കൊള്ളുന്നു. താങ്ക്സ് ടു ഓൾ. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ സന്തോഷമുണ്ട്. ഞാനിവിടെ നിൽക്കാൻ കാരണം ഡിജിറ്റൽ ടീച്ചറാണ്. അവൾ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഒരു മീറ്റപ്പിൽ വെച്ചിട്ടാണ് അവളെ കണ്ടപ്പോൾ. ഞാനൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ പറഞ്ഞു, പിന്നെ ഭാഗ്യലക്ഷ്മി മാമിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട്, നീ അവിടേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വന്നു, ഇവിടെ ചേർന്നു. ആദ്യം ഞാൻ അബാക്കസ് കോഴ്സ് ചെയ്തു, അതിനുശേഷമാണ് PPTC കോഴ്സ് ചെയ്തത്. അങ്ങനെ രണ്ടിൻ്റെയും ടീച്ചറായി. എല്ലാവരോടും നന്ദിയുണ്ട്, മാമിനോട് പ്രത്യേകിച്ചും. ഞാനിന്ന് ഈ വേദിയിൽ നിൽക്കുന്ന ഈ അവസരത്തിൽ ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. അതിനാദ്യം ഞാൻ എൻ്റെ ദൈവത്തോട് നന്ദി പറയുന്നു. അതോടൊപ്പം എൻ്റെ ഫാമിലിയോടും പിന്നെ ഈ കാർത്തിക അക്കാദമിയോടും ഞാൻ ഒരുപാട് സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. എൻ്റെ ഫാമിലി തന്നെ എൻ്റെ ഉമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ജോലി വേണമെന്നുള്ളത്. അങ്ങനെ ഉമ്മയുടെ അത്രയേറെ സപ്പോർട്ടോടെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അത് പിന്നെ അതിലെൻ്റെ രണ്ട് ഹസ്ബൻഡിൻ്റെ ഉമ്മയായാലും എൻ്റെ ഉമ്മയായാലും ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഫാമിലി എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തതാണ് ഞാൻ ഇന്ന് ഈ ഒരു നിമിഷത്തിൽ എത്തിച്ചേർന്നത്. അതോടൊപ്പം കാർത്തിക അക്കാദമി വളരെ എന്താ പറയണ്ടേ, സ്ത്രീകൾക്ക് ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു സ്ത്രീക്കും തിരഞ്ഞെടുക്കാൻ പറ്റിയതാണ് കാർത്തിക അക്കാദമി. പിന്നെ
അതുപോലെ ഭാഗ്യലക്ഷ്മി മാം ഒരുപാട് കാര്യത്തിൽ നമ്മളെ എല്ലാ കാര്യത്തിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നൊരു മാമാണ്. മാമിനോട് ഞാൻ ഒരുപാട് കടപ്പാട് നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ നിശാല ടീച്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു ടീച്ചർ എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നിശാല ടീച്ചർ. ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് ടീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഘട്ടങ്ങളുടെ നമ്മൾ വിദ്യാഭ്യാസം ഇതായി വന്നതാണല്ലോ. അതിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ടീച്ചർ നിശാല ടീച്ചറാണ്. കാരണം നമ്മളെ എല്ലാ കാര്യത്തിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുകയും ഏതൊരു വിഷയം വന്നാലും നമ്മളെ പേഴ്സണൽ ലൈഫിലായാലും മിസ് അത്രയും നമ്മുടെ കൂടെ നിന്നിട്ട്, അതുകൊണ്ട് എനിക്ക് ഇത്രയും അതിൻ്റെ മാർക്കോടെ ഞാൻ പാസ്സാകാൻ കാരണം ഫാമിലിയും നിശാല ടീച്ചറും പിന്നെ കാർത്തിക അക്കാദമിനോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. കാരണം വെച്ചാൽ അത്രയും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഫീസില മാമിന് അതിനെക്കൊണ്ട് വലിയ ഇതൊന്നും അറിയില്ല. അത്രയും നമുക്ക് ഉയർന്നു വരണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തിലാണ് മാം ഇത് നടത്തിക്കൊണ്ടുപോകുന്നത്. ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. അവിടെ മാമിനോടും അക്കാദമിനോടും നിശാല ടീച്ചറോടും പിന്നെ എൻ്റെ ഉമ്മ ഒരു രോഗിയാണ്. ഉമ്മ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് എൻ്റെ ഈ ഒരു മൊമെൻ്റ് കാണാൻ വേണ്ടി വന്നത്. ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. നന്ദി. എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല, സൗണ്ട് റെഡിയില്ല. ഇവിടെ നിൽക്കുന്നതിൽ വലിയൊരു അഭിമാനം കൊള്ളുന്നു. കാരണം നമ്മൾ വിചാരിക്കും നമുക്കൊന്നും പറ്റൂല, എല്ലാം പറ്റുമെന്ന് തന്നെ ഞാൻ തെളിയിച്ചു കഴിഞ്ഞ്. വീട്ടിൽ വെറുതെ ഇരിക്കുക, നമ്മൾ യാദൃശ്ചികമായി കാർത്തികയിലെത്തുന്നു, അവിടെ പഠിക്കുന്നു. സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല ഈ ഒരു നിലയിലെത്തുന്നു. ഇന്ന് കാർത്തികയിലെത്തിയത് കൊണ്ട് മാത്രം ഞാനിന്നൊരു അധ്യാപിക ഒരു സ്കൂളിൽ ജോലി ചെയ്യും കൂടിയാണ്. എവിടെയെങ്കിലും പോയി നമ്മൾ പഠിച്ചത് കൊണ്ട് കാര്യമില്ല, അവരെ സപ്പോർട്ടും കൂടെ ഉണ്ട്. അവിടെ പഠിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനിന്നൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. കുരിക്കിലാട് സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് അഭിമാനമുണ്ട്. പിന്നെ നമ്മൾ പഠിക്കാൻ കുറേ ആൾക്കാർ പലതും പറയും. ഞാൻ ആരോടും പറയാതെയാണ് ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയത്. ഒരാളോട് പറഞ്ഞപ്പോൾ തന്നെ പറയാം, എൻ്റെ ബന്ധു ഒരാളിങ്ങനെ പഠിച്ചിരുന്നു, എന്തിനീ ഒരു കാര്യമില്ല വീട്ടിലിരുന്നിനാണ്. അപ്പോൾ നമ്മളൊരു ഇറങ്ങുമ്പോൾ അത് പോസിറ്റീവും നെഗറ്റീവും കുറേ ഉണ്ടാവും. അതൊന്നും നമ്മൾ കാര്യമാക്കാണ്ട് മുന്നോട്ട് പോയാൽ നമ്മൾ വിജയത്തിൽ 100% എത്തും, അത് ഉറപ്പാണ്. പിന്നെ എല്ലാവരും സപ്പോർട്ടും, മാം പറയാനില്ല, ടീച്ചർ എല്ലാവരും നല്ല സപ്പോർട്ടുള്ളത് കൊണ്ടാണ്. പിന്നെ ഫാമിലി നമ്മൾ വീട്ടിൽ നിന്ന് സമ്മതിച്ചാൽ മാത്രമേ നമുക്ക് ഇവരെ ഒരു അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും എല്ലാവരും സപ്പോർട്ടും കൊണ്ട് ഇന്ന് ഞാനൊരു അധ്യാപികയാണ്. ഒരു ടീച്ചറാണെന്നുള്ളൊരു നിലയിൽ എത്തിക്കഴിഞ്ഞാൽ വലിയ സന്തോഷം. ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. സപ്പോർട്ട് ചെയ്ത മാമിനും നിശല ടീച്ചർക്കും എല്ലാം നന്ദി. എന്താ പറയണ്ടേന്നറിയില്ല. ടീച്ചറാകാന്നുള്ളത് വലിയൊരാഗ്രഹമായിരുന്നു, അത് സാധിച്ച്. താങ്ക് യു. ഞാൻ ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ്. അതിന് കാരണമായ കാർത്തിക അക്കാദമിയാണ്, പിന്നെ നമ്മുടെ മാം ഭാഗ്യലക്ഷ്മി മാം, നിശല ടീച്ചർ, പിന്നെ ഫാമിലി സപ്പോർട്ടുള്ളതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വേദിയിലെത്തിയത്. വളരെ സന്തോഷത്തോടെ കൂടി തന്നെ ഇന്ന് നല്ല എന്താ പറയണത് എനിക്കൊരു പിടുത്തമില്ല. ഈ ഒരു സ്ഥലത്ത് എത്തിയതിന് ശേഷം നല്ലപോലെ മാറ്റങ്ങളുണ്ടായി, നല്ല ഫ്രണ്ട്സിനെ കിട്ടി. ഞങ്ങളുടെ ടീച്ചേഴ്സിനെ കുറിച്ച് പറയാം, ഞങ്ങളുടെ ടീച്ചേഴ്സ് അടിപൊളിയാണ്. ടീച്ചേഴ്സ് എല്ലാത്തിനും സപ്പോർട്ടാണ്. അതുപോലെ തന്നെ മാം, ഇവിടുത്തെ സ്റ്റാഫ് ആയിക്കോട്ടെ, എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാവരും നല്ല കമ്പനിയാണ്. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. Congratulations once again. The stage is now yours. The world is waiting. Thank you everyone to be a part of this unforgettable day. Have a good journey ahead. This is Miss Shiny Manoj signing off. Thank you all. സെറ്റപ്പുകളൊക്കെ കൊള്ളാലോ.
പാത്തൂരി വെൺകട്ടാലോചിച്ച അനേകമ്മർ വന്നാനേ അവൾക്ക് വളരെ പരിഷ്കാരനായൊരു മാപ്പിള ആകണമെന്നാണ്. പഠിപ്പും പാടമില്ല എങ്കിലും പച്ച പരിഷ്കാരനാകാനേ ദുആകൾ. പഠിച്ചവനോട് എപ്പോഴും തേടിക്കൊണ്ടെങ്ങനെ കാലം കഴിച്ചാനേ. കൊണ്ടെന്നുള്ളിൽ കുത്തും പെണ്ണാണേ, ഒരു കൊട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ. ഞാൻ പണ്ട് കച്ചൻ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ, പടിയോരം വെള്ളിപ്പല്ല കെത്തി തിന്നാണേ. വീട്ടാരും കൂട്ടുണ്ട്, നാട്ടാരും കൂടെയുണ്ട്, ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ടേ. ആശപ്പും കൊട്ടാരം പിന്നോരം മുട്ടിയിലെ ചിങ്കാരപ്പട്ടും ചുറ്റിച്ചേലിൽ വട്ടപ്പൊട്ടും കുത്ത് പിന്നു കെട്ടിക്കൊണ്ടേ പോകാം ചില്ലം ചില്ലാ. ಮಾಣಿನಂಗರ ಮಾಣಿನಂಗರ ಮೈಸೂರು ಪೇಟ
പുഷ്പൻ എവിടെ പോകോ ഇഷ്ടമുള്ള carry on. Come on, അടിപൊളി food. സോറി ഞാൻ കണ്ടില്ല. വേണ്ട
സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ഇല്ലേ? ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എനിക്കറിയില്ല സാർ. അങ്ങനത്തെ സാധനമൊക്കെ വെച്ച് മിസ്സിന് ഇംപ്രസ് ചെയ്യാൻ പറ്റില്ലേ? പറ്റുമായിരിക്കാം, പക്ഷെ എനിക്ക് പാടില്ല പറ്റുള്ളൂ.